വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം 5 പേരെ കൊന്ന പ്രതി അഫാനുമായിട്ട് തെളിവെടുപ്പും മൊഴിയും അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇപ്പോഴും നടക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ പുതിയ പുതിയ കഥകളാണ് ഈ അഫാനും അഫാന്റെ ഉമ്മയൊക്കെ ഇറക്കുന്നത്. അഫാന്റെ ഉമ്മ ആദ്യം പറഞ്ഞത് കട്ടിൽ നിന്ന് വീണതാണ്, വീണ്ടും എഴുന്നേറ്റപ്പോൾ തല ഇടിച്ചതാണ്, അങ്ങനെയാണ് തലയിൽ ഇത്രയും വലിയ മുറിവ് ഉണ്ടായെന്നാണ്. ഇപ്പൊ അതിനുശേഷം അഫാന് അഫാന്റെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ വന്നു എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം അഫാന്റെ ഉമ്മ മൊഴി അങ്ങ് മാറ്റി. ചെറുതായിട്ട് മാറ്റിയപ്പോൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് അഫാന്റെ ഉമ്മയെ അഫാൻ വന്നിട്ട് കഴുത്തിൽ ഷാള് കൊണ്ട് പിടിക്കുകയും തലയിൽ ആഞ്ഞിടിക്കുകയൊക്കെ ചെയ്തു. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ തലേ ദിവസം വരെയും അഫാന്റെ ഉമ്മ പറഞ്ഞത്, അതായത് എന്റെ മകനൊന്നും എന്നെ ചെയ്തിട്ടില്ല, ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് വീണതാണ്, അത് തന്നെയാണ് എന്റെ ഓർമ്മയും, അങ്ങനെ വീണത് കൊണ്ട് എനിക്കിത് പറ്റിയതാണെന്ന് ഉറച്ചു പറയുകയുണ്ടായി. നമ്മുടെ 24 ന്യൂസിലെ ആളുകൾ പോയി ചോദിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം അഫാൻ മൊഴി മാറ്റുന്നു, അതോടൊപ്പം തന്നെ ഉമ്മയും മൊഴി മാറ്റുന്നു. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കൊലപാതകത്തെ പറ്റി നമ്മൾ അറിഞ്ഞതിനേക്കാളും ഞെട്ടലായിരുന്നു അഫാന്റെ ഉമ്മയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ. അതായത് കട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ വീണുവെന്ന്. മകനെ